നമസ്കാരം കുട്ടികളെ. നമ്മളിന്ന് ഓർഗാനിക് കെമിസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു പോർഷനാണ്. ദാറ്റ് ഈസ് കോൾഡ് ഐസോമെറിസം. ഐസോമെറിസം കേട്ടിട്ടുണ്ടല്ലേ? ഐസോമെറിസം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. So what is isomerism? Isomerism means it is a phenomenon. It is a phenomenon. If two compounds have the same molecular formula but differ in their properties, and they are called isomers, and that phenomenon is what is called isomerism. അപ്പോൾ നോക്കി, രണ്ട് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും, പക്ഷെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ കാണിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനോൺ അതിനെ വിളിച്ച പേരാണ് ഐസോമേഴ്സ് എന്ന് പറയും. ആ കിട്ടുന്ന സ്ട്രക്ചേഴ്സ് വിളിച്ച പേരാണ് ഐസോമേഴ്സ് എന്ന് പറയും. ഓക്കെ, ഐസോമറിസം is then classified into two types. They are, the first one is called structural isomerism. Structural isomerism, first one. And second one, that is called stereoisomerism. Stereoisomerism രണ്ട് ടൈപ്പാണ്. ഓക്കെ, സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള മെയിനായിട്ട് സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. ഓക്കെ, കൂടുതലായിട്ട്. ദെൻ സ്ട്രക്ചറൽ ഐസോമറിസം is then classified into 4 types. They are, the first one is called chain isomerism. Chain isomerism. ഓക്കെ, ഇതാദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ബാക്കിയിലേക്ക് കടക്കാം. ഓക്കെ, so what is chain isomerism? If two compounds are the same molecular formula but differ in their structures or the chain number of carbon atoms in the longest carbon chain, that is called chain isomerism. Okay, അപ്പോൾ രണ്ട് കോമ്പൗണ്ട് മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും, പക്ഷെങ്കിൽ അതിൽ കാണപ്പെടുന്ന ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എടുക്കുമ്പോൾ അതിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ മാത്രം വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ അതിന് വിളിച്ച പേരാണ് ചെയിൻ ഐസോമേഴ്സ് എന്നും, ആ ഒരു ഫിനോമിനോൺ അതിന് വിളിച്ച പേരാണ് ചെയിൻ ഐസോമേഴ്സ് എന്നും പറയും. ഓക്കെ, നമുക്ക് നോക്കാം എക്സാമ്പിൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമ്പൗണ്ടാണ് C4H10. C4H10 എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ അല്ലേ, 4 കാർബണായിട്ടുള്ള ആൽക്കൈനാണ് ബ്യൂട്ടൈൻ. ഇത് നമുക്ക് 2 സ്ട്രക്ചേഴ്സ് പോസിബിളാണ്. അതിൽ ഒന്നാമത് നോക്കുക എന്താ ചെയ്യണമെന്ന്. ഇവിടെ നോക്കി എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ അല്ലേ. ഈ 4 കാർബൺ ഒറ്റ ചെയിനായിട്ട് അങ്ങ് വരയ്ക്കുക, ലൈക്ക് ദിസ്. കണ്ടോ, 4 കാർബൺ. ഇനി നോക്കേണ്ടത് കാർബണിൻ്റെ ബാക്കിയുള്ള വാലൻസി. അത് നമുക്കറിയാം 4 ആണ് ആകെ വരേണ്ടത്. അതിനിപ്പോൾ ഫസ്റ്റ് കാർബൺ എടുത്താൽ ഒരു വാലൻസി മാത്രമേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ അല്ലേ. സോ ദിസ് കാർബൺ ക്യാൻ അറ്റാച്ച് 3 hydrogen, but here 2 valencies are there. The remaining 2 hydrogen, here also 2 hydrogen, here 3 hydrogen. Clear? So now this structure that contains 4 carbon atoms, they are arranged in a straight chain, and this type of compounds are generally called normal, then butane. Normal butane ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം നോർമൽ എന്നുള്ള വാക്കാണ് ആദ്യം പറയുന്നത്, എന്നിട്ടാൽ മതി. ഇനിയും അടുത്തെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ 3 കാർബൺ ആറ്റം എടുക്കുക ഒറ്റ ചെയിനിൽ, 4ാമത്തെ ബ്രാഞ്ച് ആക്കുക, കണ്ടോ, എന്നിട്ട് ബാക്കിയുള്ള ഹൈഡ്രജൻ അറേഞ്ച് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ വന്നാൽ ദിസ് കോമ്പൗണ്ട് ഇസ് കോൾഡ് ഐസോബ്യൂട്ടൈൻ. ഐസോബ്യൂട്ടൈൻ അല്ലെ 2-methyl ബ്യൂട്ടൈൻ, IUPAC. അപ്പോൾ നോർമൽ ബ്യൂട്ടൈൻ ആൻഡ് ഐസോബ്യൂട്ടൈൻ. ഇത് നമ്മൾ വ്യത്യാസം നോക്കി. ഇതിനകത്ത് 4 കാർബൺ, ഇവിടെയും 4 കാർബൺ. പക്ഷേ വ്യത്യാസം എന്താ? ഇൻ ദിസ് കാർബൺ ചെയിൻ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഈസ് 4, ബട്ട് ഹിയർ ഓൺലി 3 കാർബൺ ആൻഡ് ദ 4th one ഈസ് അറ്റാച്ച്ഡ് ആസ് എ ബ്രാഞ്ച്ഡ്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ is C4. ക്ലിയർ? ബട്ട് the longest carbon chain contain different number of carbon atoms. Therefore, this type of isomerism is called chain isomerism. Clear? Next one, നമുക്കറിയാം C5H12. That is called pentane. It can exist in the 3 different form. The first one, longest carbon chain contain 5 carbon like this. ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു കാർബൺ കൂടിയേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഇത് N pentane എന്ന് പറഞ്ഞാൽ മതിയാവും. N pentane, നോർമൽ പെൻറ്റെയിൻ. എന്നാൽ അടുത്ത വരയ്ക്കുമ്പോൾ നമ്മൾ 4 കാർബൺ ആറ്റം ഒറ്റ ചെയിൻ ആക്കുക, അതിനുശേഷം ഒരെണ്ണം ബ്രാഞ്ച് ആക്കി, മുമ്പേതുപോലെ. എന്നിട്ട് ബാക്കിയുള്ള കാർബണിൻ്റെ വാലൻസ് നോക്കിയിട്ട് ഹൈഡ്രജൻ കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ വരും, കണ്ടോ.
അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഐസോപെൻറ്റെയ്ൻ. ഐസോപെൻറ്റെയ്ൻ അല്ലെ 2-methyl butane. ശരിയല്ലേ? ഓക്കെ. ഇനി അടുത്തൊരെണ്ണം കൂടി നമുക്ക് പഠിക്കാം. എന്താ അറിയാമോ? നമ്മൾ ഒരു കാർബൺ, 2 കാർബൺ ഒരു കാർബണിൽ തന്നെ അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ കണ്ടോ, 3 കാർബണായിട്ട് ഒറ്റ ചെയിനാക്കി. ഇവിടെ നോക്കി, ഇവിടെ 5 കാർബൺ, ഇവിടെ 4 കാർബൺ, ഇവിടെ 3 കാർബൺ. അപ്പോൾ ഓരോന്ന് കുറച്ച് കൊണ്ടുവന്നു. ഇനി ബാക്കിയുള്ള കാർബൺ 2 എണ്ണം ബ്രാഞ്ച് ആക്കുക. ലൈക്ക് ദിസ്, ഒരേ കാർബണിൽ തന്നെ കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ കാർബണിൻ്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണം. ഹൈഡ്രജൻ മെറ്റൽ കേട്ടോ, കണ്ടോ? അപ്പോൾ ഒരു കാർബണിൽ തന്നെ 2 ബ്രാഞ്ച് വന്നില്ലേ? ഓക്കെ. ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേര് നിയോപെൻറ്റെയ്ൻ എന്നാണ്. നിയോപെൻറ്റെയ്ൻ കണ്ടോ? അപ്പോൾ നോർമൽ പെൻറ്റെയ്ൻ, ഐസോപെൻറ്റെയ്ൻ, നിയോപെൻറ്റെയ്ൻ, അങ്ങനെ 3 ടൈപ്പാണ്. സോ ഇൻ ഓൾ ദീസ് സ്ട്രക്ചേഴ്സ് വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ്? only difference in the number of carbon atom in the longest carbon chain. Therefore, these structures are called chain isomers. Clear? And that phenomenon is what is called chain isomers. മനസ്സിലായല്ലോ? Okay. This type of isomerism is due to the difference in the position of the functional group in the longest carbon chain. അപ്പോൾ അവിടെ വരുന്ന വ്യത്യാസം, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എടുക്കുക, അതിൽ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ സ്ഥാനം നോക്കുക, അതിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഈ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾ പറയാൻ സാധിക്കും. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം, ഒരു ആൽക്കീൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ ബ്യൂട്ടീൻ അല്ലേ, ബ്യൂട്ടീൻ ഇപ്പോൾ C4H8 അല്ലേ? ഓക്കെ, C4H8. അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ടുണ്ട്, അതാണ് ഫങ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ആൽക്കീൻ ആക്കുന്നത് ഡബിൾ ബോണ്ടാണ്, അതുകൊണ്ട് അതായിരിക്കും എൻ്റെ ഫങ്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ നമുക്കിൻ്റെ സ്ട്രക്ചർ നോക്കുക. ആദ്യമേ ഞാൻ 4 കാർബണായിട്ട് ഒറ്റ ചെയിൻ കൊടുക്കുന്നു. ഇനി ആൽക്കീൻ ഡബിൾ ബോണ്ട് വേണമല്ലോ. സപ്പോസ് അതിവിടെ എൻഡിൽ അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള കാർബണിൻ്റെ വാലൻസി അറേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4. അപ്പോൾ ഇത് ബ്യൂട്ട് 1-ene. അപ്പോൾ ഇതിനകത്തെ ഫങ്ഷൻ ഗ്രൂപ്പ് ആരാ? ഡബിൾ ബോണ്ടാണ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ സ്ട്രക്ചർ തന്നെ വേറെ ഫോമിൽ അറേഞ്ച് ചെയ്യാൻ പോവാണ്. 4 കാർബണായിട്ട് ഒറ്റ ചെയിൻ അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിൽ കൊടുത്തു. എന്നിട്ട് ഹൈഡ്രജൻ്റെ ബാക്കിയുള്ള ബാലൻസ് കറക്റ്റ് ചെയ്യണം. കണ്ടോ? അപ്പോൾ ഇത് 2-butene അല്ലെങ്കിൽ ബ്യൂട്ട് 2-ene, 2 ശരിയാണ്. ബ്യൂട്ട് 2-ene അല്ലെ 2-butene. ഓക്കെ. അപ്പോൾ നമ്മൾ വ്യത്യാസം നോക്കി എന്താണ്? പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ ടൈപ്പ് ഐസോമറിസം വിളിച്ച പേരാണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അതുപോലെ വേറെ എക്സാമ്പിൾ, ഇങ്ങനൊരു കോമ്പൗണ്ട് നിങ്ങൾക്കറിയാവുന്ന OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് അല്ലേ? OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ആൽക്കഹോളാണ്. ആൽക്കഹോൾ 3 കാർബണായിട്ടുള്ള ആൽക്കഹോൾ പ്രൊപ്പനോൾ എന്ന് പറയും. പ്രൊപ്പനോൾ നമ്പർ ചെയ്താൽ 1 2 3. അപ്പോൾ 1 പ്രൊപ്പനോൾ. ഹിയർ ദ OH ഗ്രൂപ്പ് ഈസ് എ ഫങ്ഷൻ ഗ്രൂപ്പ് ദറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഫസ്റ്റ് കാർബൺ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ OH ഗ്രൂപ്പിനെ മിഡ് കാർബണിലേക്കൊന്ന് മാറ്റാൻ പോവാണ്. ഇതുപോലെ. അപ്പോൾ 2 പ്രൊപ്പനോൾ എന്നാവും. So both are the same molecular formula. Molecular formula എന്താ? C3H എത്രയുണ്ട്? 3 2 5 2 7 8. ഒരു ഓക്സിജൻ കണ്ടോ? C3H8. രണ്ടിൻ്റെ ഫോർമുല ഒന്ന് തന്നെയാണ്. ബട്ട് only difference in the number of position of OH group in the longest carbon chain. Therefore, this type of isomerism is called position isomerism. Clear ആണല്ലോ? ഓക്കെ. ഫങ്ഷൻ ഐസോമറിസം അവിടെ തന്നെ ആൻസർ ഉണ്ട്. നോക്കാം. This type of isomerism is due to the difference in the nature of the functional group in the given compounds. So, if 2 compounds are the same molecular formula, but they differ only in the nature of functional group. So, functional group is the വ്യത്യാസം. അതനുസരിച്ചുണ്ടാകുന്ന ഐസോമറിസം വിളിച്ച പേരാണ് ഫങ്ഷണൽ ഐസോമറിസം. അവിടെ തന്നെ ആൻസർ ഉണ്ടല്ലോ, ഫങ്ഷണൽ ഗ്രൂപ്പിനുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സേ ഫോർ എക്സാമ്പിൾ C2H6O. ഇങ്ങനെ കോമ്പൗണ്ട് C2H6O. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 2 കോമ്പൗണ്ട് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. എന്താ അറിയാം, ഒരു ഓക്സിജനല്ലേ ഉള്ളൂ. ഒരു ഓക്സിജനുള്ള കോമ്പൗണ്ട് ഒന്നുകിൽ ആൽക്കോൾ ആയിരിക്കും, അതല്ല എങ്കിൽ ഈതർ ആയിരിക്കും. ഈതർ ആൽക്കോൾ നമ്മൾ OH ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ? അപ്പോൾ 2 കാർബണാറ്റമുള്ള ആൽക്കോൾ എന്ന് പറയുമ്പോഴേ നോക്കി, 2 കാർബണാറ്റം ആൽക്കോൾ ആകുമ്പോൾ OH ഗ്രൂപ്പ് കണ്ടോ? അത് കൊടുത്തു. ഇനി ബാക്കിയുള്ള കാർബണിൻ്റെ ബാലൻസ് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നോക്കി, CH3CH2OH. ദ കോമ്പൗണ്ട് ഈസ് കോൾഡ് വാട്ട്? കണ്ടോ? എത്തനോൾ. സോ വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ഹിയർ? OH ഗ്രൂപ്പ്. ക്ലിയർ? ഇനി അടുത്തത് ഈതർ എടുക്കാൻ പോകും. ഈതർ എന്ന് പറഞ്ഞാൽ 2 കാർബണിൻ്റെ ഒരു ഓക്സിജനാണ്. COC ലിങ്കേജ് അത് വരുന്ന എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സ് അറിയപ്പെടുന്നത്
ഈതേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈതേഴ്സ് ആർ എ ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിങ് ദ ഫംഗ്ഷൻ ഓഫ് COC. ക്ലിയർ? എന്നിട്ട് 4 ഹൈഡ്രജൻ ഉണ്ട്, അതിവിടേക്ക് അറേഞ്ച് ചെയ്യാൻ പോവാം. കണ്ടോ? ഇതിൻ്റെ പേരാണ് ഡൈ മീഥൈൽ ഈതർ അല്ലെങ്കിൽ മീതോക്സി മീഥൈൻ. അതാണ് IUPAC, മീതോക്സി മീഥൈൻ. രണ്ടിൻ്റെ ഫോർമുല നോക്കിയാട്ട് സെയിം അല്ലേ? എന്താണ്? C2H6O എന്നാണ് അല്ലേ? അതുകൊണ്ട് ഈ ടൈപ്പ് ഐസോമേഴ്സ് വിളിച്ച പേരാണ് എന്താണ്? ഫങ്ഷണൽ ഐസോമേഴ്സ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി അടുത്തൊരെണ്ണം കൂടി ഉണ്ടാകത്ത്, ദാറ്റ് ഈസ് മെറ്റാമറിസം. ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ 4ാമത്തെയാണ് കേട്ടോ, മെറ്റാമറിസം. ഓക്കെ, ഈ മെറ്റാമറിസം സാധാരണയായിട്ട് കാണിക്കുന്നത് ഈതേഴ്സിനകത്താണ്. ഈതേഴ്സ് ഇത്രയുള്ള സംഭവം. അതായത് ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാണോ, ഇപ്പോൾ COC, ആ ഓക്സിജനെ സറൗണ്ട് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, എണ്ണത്തിലുള്ള വ്യത്യാസം. So this type of isomerism is due to the difference in the number of carbon atom around the function group, especially oxygen atom in ethers. ഇപ്പോൾ ഈതേഴ്സിനകത്തുള്ള ഓക്സിജനെ സറൗണ്ട് ചെയ്ത് കിട്ടുന്ന കാർബൺ ആറ്റങ്ങളുടെ, അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ, ആൽക്കൈൽ ALKYL, അതിനകത്ത് കാർബൺ എണ്ണത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഐസോമറിസം വിളിച്ച പേരാണ് ഈ മെറ്റാമറിസം എന്ന് പറയും. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ C4H10O ഇങ്ങനെ കോമ്പൗണ്ട്, C4H10O, ഇത് ഈതറാണ്, ഒരു ഓക്സിജനിലുള്ളൂ, ഈതറാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഓക്സിജൻ അങ്ങ് വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? 4 കാർബൺ ആറ്റോളിനെ 2 സൈഡിലായിട്ട് ഈക്വൽ നമ്പേഴ്സ് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കണ്ടോ? ഈക്വൽ നമ്പേഴ്സ്. ഇനി കാർബണിൻ്റെ ബാലൻസ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ CH3 ആവും, ഇവിടെ CH2 ആവും, ഇവിടെ CH2 ആവും, ഇവിടെ CH3 ആവും. അപ്പോൾ എന്തായി സ്ട്രക്ചർ? CH3 CH2 O CH2 CH3. ഓക്കെ, ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ഈതോക്സി ഈഥൈൻ. കണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് അൺഈക്വൽ നമ്പേഴ്സ് കൊടുക്കാൻ പോവാണ്. ഒരു സൈഡിൽ തന്നെ 3 കാർബൺ, ഇപ്പുറത്തൊന്ന്, ആകെ 4. ഇനിയും ബാക്കിയുള്ള വാലൻസി അറേഞ്ച് ചെയ്യണം. കണ്ടോ? അപ്പോൾ CH3 O CH2 CH2 CH3, മീതോക്സി പ്രൊപ്പൈൻ എന്നാണ് ഈ കോമ്പൗണ്ട് പേര്. മീതോക്സി പ്രൊപ്പൈൻ. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഈതർ തന്നെയാണ്, പക്ഷെ രണ്ടിൻ്റെ പ്രോപ്പർട്ടി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈതോക്സി ഈഥൈനും മീതോക്സി പ്രൊപ്പൈനും രണ്ടും 2ആണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ ടൈപ്പ് ഐസോമറിസം വിളിച്ച പേരാണ് എന്താണ്? മെറ്റാമറിസം. അപ്പോൾ നമ്മൾ നോക്കുക, സ്ട്രക്ചറൽ ഐസോമറിസം 4ആയിട്ട് ക്ലാസ് ചെയ്തു. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷൻ ഐസോമറിസം, മെറ്റാമറിസം. ക്ലിയർ ആയല്ലോ? ഓക്കെ. സ്റ്റീരിയോ ഐസോമറിസം. It is then classified into 2 types. They are, the first one is called geometrical isomerism. And second one is optical isomerism. ഇങ്ങനെ രണ്ടായിട്ട് മാറ്റിയിരിക്കുകയാണ്. കണ്ടോ? geometrical isomerism and optical isomerism. So this topic mainly deals with the study of geometrical isomerism. അപ്പോൾ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് ജോമെട്രിയിലാണ്. ഒപ്റ്റിക്കൽ അടുത്ത വർഷം പഠിക്കാനുണ്ടാവും. മനസ്സിലായോ? നോക്കുക. ഇനി എന്താണ് ഈ ജോമെട്രിക്കൽ ഐസോമറിസം പറയുന്നത്? ജോമെട്രിക്കൽ ഐസോമറിസിനകത്ത് പറയുന്നത്, ഇത് കാണിക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. എല്ലാ മോളിക്യൂൾസും എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും ഈ ജോമെട്രിക്കൽ ഐസോമറിസം സാധാരണ കാണിക്കാറില്ല. എന്തൊക്കെ കണ്ടീഷൻസാണ്? ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് പ്രസൻസ് ഓഫ് കാർബൺ ഡബിൾ ബോണ്ട്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, എന്ന് വെച്ചാൽ ആൽക്കീൻ. സോ പ്രസൻസ് ഓഫ് കാർബൺ ഡബിൾ ബോണ്ട്. ക്ലിയർ ആയല്ലോ? ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈച്ച് ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം കാരീസ് 2 ഡിഫറെൻറ്റ് ആറ്റംസ് ഗ്രൂപ്പ്സ്. 2 ഡിഫറെൻറ്റ് ആറ്റങ്ങളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ ഡബിൾ ബോണ്ടുള്ള കാർബണിൽ കണക്ട് ചെയ്യണം. നോക്കി, ഇപ്പം C ഡബിൾ ബോണ്ട് C എന്നല്ലേ അതിൻ്റെ ബാക്കിയുള്ള ബാലൻസ് ആയി കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ A എന്നൊരു ഗ്രൂപ്പാണെന്നിരിക്കട്ടെ, ഇവിടെ B എന്നായിരിക്കും. ഇവിടെ അതുപോലെ A എന്ന ഗ്രൂപ്പാണെങ്കിൽ ഇവിടെ B ആയിരിക്കും. അപ്പോൾ Aയും Bയും 2 ഡിഫറെൻറ്റ് ആറ്റങ്ങളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ വന്നെങ്കിൽ മാത്രമേ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഡബിൾ ബോണ്ട് വരുന്നത് കൊണ്ട് അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള റൊട്ടേഷൻ, ദറ്റ് ഈസ് കോൾഡ് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഓഫ് കാർബൺ ഡബിൾ ബോണ്ട്. റെസ്ട്രിക്റ്റഡ്, ഒരു തടസ്സം ഉണ്ടാക്കുക എന്നർത്ഥമാണ്.
അപ്പോൾ ഇവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. ഫ്രീ റൊട്ടേഷൻ, തടസ്സങ്ങളൊന്നും ഇല്ലാതെ കാർബൺ ആറ്റം നമുക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന റൊട്ടേഷൻ റെസ്ട്രിക്റ്റ് റൊട്ടേഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇതിൻ്റെ ഫലമായിട്ട് ഈ മോളിക്യൂളിന് ആ കാർബണിന് ചുറ്റുമുള്ള എ ആൻഡ് ബി ആറ്റങ്ങൾ രണ്ട് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആയിരിക്കും. അതിലൊന്ന് എന്ന് പറയുന്നത് കണ്ടോ, സെയിം ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ഡബിൾ ബോണ്ട്. ക്ലിയർ? ഇപ്പോൾ നമ്മളിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, അതിൻ്റെ ബാക്കിയുള്ള വാലൻസി ഇവിടെ എ എന്ന ഗ്രൂപ്പും ഇവിടെ ബി ആണ്, ഇവിടെ എയും ഇവിടെ ബിയും. ഇപ്പോൾ നോക്കി, സെയിം ആറ്റം എ ആൻഡ് എ കണ്ടോ, സെയിം സൈഡാണ് ഓഫ് ദി ഡബിൾ ബോണ്ട്. ഇങ്ങനെ വന്നാൽ ദിസ് ഈസ് കോൾഡ് സിസ് ഐസോമർ. സിസ് എന്ന് പറഞ്ഞാൽ സെയിം ഗ്രൂപ്പ് ഓൺ ദ സെയിം സൈഡ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ അടുത്ത സ്ട്രക്ചറുണ്ട്, ഇതേപോലെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരയ്ക്കുക, അവിടെയുള്ള വാലൻസി കാണിക്കുന്നു. ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടത്, എ ആൻഡ് ബി ഒരു സൈഡിലേക്ക് ഫിക്സ് ചെയ്യുക. മനസ്സിലായോ? ഇത് ഇൻവെർട്ട് ചെയ്യണം. അപ്പോൾ നോക്കി, സെയിം ഗ്രൂപ്പ്സ് എല്ലാം ഓപ്പോസിറ്റ് സൈഡ് ഡബിൾ ബോണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ സെയിം സൈഡ്. ഇങ്ങനെ വന്നാൽ ഇതിന് വിളിച്ച പേരാണ് ട്രാൻസ് ഐസോമർ എന്ന് പറയും. ട്രാൻസ് ഐസോമർ. അതുകൊണ്ട് ഇതിനെ നമ്മൾ സിസ്-ട്രാൻസ് ഐസോമർസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമർസ് ഈസ് ഓൾസോ കോൾഡ് സിസ്-ട്രാൻസ് ഐസോമർസ്. അറിയാലോ? അപ്പോൾ ഓർത്തിരിക്കുക, പ്രസൻസ് ഓഫ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ദാറ്റ് ഇസ് എ ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ ഈച്ച് ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം carries two different atoms or groups. Then third condition is restrict rotation of carbon carbon double bonds. Then if the same groups are on the same side of the double bond, the isomer is called cis form. If they are opposite side, that is called trans form. ഇപ്പോൾ അത് ഒരു ജനറലായിട്ട് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ എടുക്കാൻ പോവാണ് കേട്ടോ. എക്സാമ്പിൾ നോക്കുക. നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആൽക്കീനാണ് അല്ലേ. ഈ ആൽക്കീൻ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, മനസ്സിലാക്കുക. അതിലൊന്ന് എന്ന് പറയുന്നത് ടെർമിനൽ ആൽക്കീൻ എന്നും രണ്ടാമത്തെ നോൺ ടെർമിനൽ ആൽക്കീൻ എന്നും പറയും. ടെർമിനൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി കാർബൺ ചെയിൻ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2, എത്തീൻ, പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2, then 1 butene CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം ഒന്ന് പരിശോധിച്ചാട്ടെ. കണ്ടോ, ഏറ്റവും അവസാന ഭാഗം വന്ന് നിൽക്കുന്നത് കണ്ടോ, ഡബിൾ ബോണ്ട് CH2 എന്നല്ലേ. കണ്ടോ, ഡബിൾ ബോണ്ട് CH2 കണ്ടോ. ഇങ്ങനെ ഏറ്റവും എൻഡിലായിട്ട് ഡബിൾ ബോണ്ട് CH2 വരുന്ന എല്ലാ കോമ്പൗണ്ടും വിളിച്ച പേരാണ് ടെർമിനൽ ആൽക്കീൻ എന്ന് പറയും. ഇങ്ങനെയുള്ള ആൽക്കീൻസ് സാധാരണ ഈ ടൈപ്പ് ഐസോമേഴ്സും കാണിക്കാറില്ല. അതിന് കാരണം വേറൊന്നുമല്ല. നോക്കി, എൻഡ് കാർബൺ ഉണ്ടോ, ഡബിൾ ബോണ്ടുള്ള ഒരു കാർബൺ, അവിടെ 2 H ആണ്. അപ്പോൾ സെയിം ആറ്റമാണ്. സെയിം ആറ്റമാണെങ്കിൽ ഒരിക്കലും ഈ ഐസോമറിസം പോസിബിൾ അല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ടെർമിനൽ ആൽക്കീൻസ് ഡു നോട്ട് എക്സിബിറ്റ് വാട്ട് geometrical isomerism. Why? Because one of the double bonded carbon atom means end carbon carries 2 identical atoms. Here 2 hydrogen atoms. Therefore cis-trans isomers not possible. മനസ്സിലായല്ലോ? എന്നാൽ നോൺ ടെർമിനൽ ആൽക്കീൻ അത് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ 2 butene CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. കണ്ടോ, CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതിൻ്റെ പേരാണ് ബ്യൂട്ടോയിൻ അല്ലെങ്കിൽ 2 butene. രണ്ട് ശരിയാണ്. ഓക്കെ, നമ്പർ ചെയ്താൽ 1 2 3 4. അപ്പോൾ ബ്യൂട്ട് 2 ഈൻ അല്ലേ. ഇത് നോൺ ടെർമിനലാണ്. എന്താ നോൺ ടെർമിനൽ പറയാൻ കാരണം, ഡബിൾ ബോണ്ട് എൻഡ് കാർബൺ അല്ലാതെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നോൺ ടെർമിനൽ ആൽക്കീൻ. ഇത് സിസ്-ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണ്. അപ്പോൾ അതിന് കാരണം ഞാൻ പറയാം. നോക്കുക, ആദ്യമേ ആ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് മാത്രം ഒന്ന് എടുത്ത് വരച്ചു. ഇനിയും കാർബണിൻ്റെ ബാക്കിയുള്ള ബാലൻസ് കാണിക്കുക, അതും കാണിച്ചു. ഇനി നോക്കി, ഈ കാർബണാണ് ഇത് വരച്ച് കണ്ടോ. അവിടെ 2 ആറ്റം, ഒന്ന് എച്ചും മറ്റേ CH3 ആണ്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. CH3 ആൻഡ് H. രണ്ടാമത്തെ കാർബൺ ഇത് ഡബിൾ ബോണ്ടുള്ളത്, അവിടെയുണ്ട് CH3യും Hഉം കണ്ടോ. അപ്പോൾ ഇവിടെ AB. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്ന എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കി, 2 CH3 ഒരു സൈഡിൽ തന്നെയാണ്. അങ്ങനെ വന്നാൽ ദിസ് ഐസോമർ ഈസ് കോൾഡ് സിസ് ഐസോമർ ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് സിസ് 2 butene. കണ്ടോ, സിസ് 2 butene. ഇനി ട്രാൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരയ്ക്കുക,
ഇവിടെ CH3 ഒന്ന് ഫിക്സ് ചെയ്യുന്നു ഒരു സൈഡ്, ഇപ്പുറത്തെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, സെയിം ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡാണ്. ഇതിന് വിളിച്ച പേരാണ് ട്രാൻസ് ഐസോമർ. അതുകൊണ്ട് തന്നെ ട്രാൻസ് ബ്യൂട്ടീൻ എന്ന് വിളിക്കാം. കണ്ടോ? അപ്പോൾ ബ്യൂട്ടീൻ അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, 1 ബ്യൂട്ടീനും 2 ബ്യൂട്ടീനും. അതിൽ 1 ബ്യൂട്ടീൻ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കത്തില്ല, ബിക്കോസ് അത് ടെർമിനൽ ആൽക്കീനാണ്. ബട്ട് 2 ബ്യൂട്ടീൻ ഷോസ് വാട്ട് ജോമെട്രിക്കൽ ഐസോമെറിസം. അത് നോൺ ടെർമിനൽ ആൽക്കീനാണ്. അപ്പോൾ അതുകൊണ്ട് അത് 2 ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും. One is called cis 2 butene and second one is called trans 2 butene. What is the main difference? Okay, in cis isomer, the 2 identical groups or atoms are on the same side of the double bonds. But in the trans isomer, the same groups are on the opposite side. Hello. ഇതാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമർസ് എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശരിക്കും മനസ്സിലാക്കുക. ഡിറ്റക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. ഡിറ്റക്ഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുക്കുമ്പോൾ അതിനകത്ത് പല എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ്, ഫോസ്ഫറസ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ എലമെൻറ്റ്സുകളുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇല്ല നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? മനസ്സിലായോ? അപ്പോൾ അതിനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലിപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. നോക്കുക, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഒരു ബോയിലിംഗ് ട്യൂബിനകത്ത് എടുക്കുക. ഇതുപോലെ ഒരല്പം ഓർഗാനിക് കോമ്പൗണ്ട്സ് OC എന്ന് മാർക്കുകയാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഒരു 1 ഹോൾഡ് കോർക്ക് വെച്ച് അങ്ങ് അടയ്ക്കുകയാണ്. 1 ഹോൾഡ് കോർക്ക് വെച്ച് അടയ്ക്കുന്നു. ഓക്കെ, ഒരു ബെൻഡ് ഗ്ലാസ് ട്യൂബ്, ഇതുപോലെ ബെൻഡ് ഗ്ലാസ് ട്യൂബ് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ചിലപ്പം കുപ്രിക് ഓക്സൈഡ് CuO അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സർ ഓഫ് കുപ്രിക് ഓക്സൈഡ് ആൻഡ് ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബെൻഡ് ഗ്ലാസ് ട്യൂബിൻ്റെ ഈ എൻഡിലോട്ട് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് പ്ലേസ് ചെയ്യുകയാണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ എടുക്കേണ്ടത് കോപ്പർ സൾഫേറ്റാണ്. CuSO4, അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയും. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പതുക്കെ ചൂടാക്കുക. മനസ്സിലായോ? ചൂടാക്കുമ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട് ആരൊക്കെ ഉണ്ട്? കാർബണുണ്ട്, പിന്നെ ആരുണ്ട്? ഓക്സിജനുണ്ട്, ഹൈഡ്രജനുണ്ട്. കാർബൺ ആൻഡ് ഹൈഡ്രജൻ, അതിൻ്റെ ഡിറ്റക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CU ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ തൻ്റെ ഈ കാർബൺ തൻ്റെ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഹൈഡ്രജൻ തൻ്റെ ഓക്സിജൻ കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് H2O ഫോം ചെയ്യും. മനസ്സിലായോ? വേപ്പേഴ്സ്. ഈ 2 ഗ്യാസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണ് ഈ ബെൻഡ് ഗ്ലാസ് ട്യൂബിനകത്തോടി. ഇവിടെ എന്താ വെച്ചിരിക്കുന്നത്? ഈ കോപ്പർ സൾഫേറ്റ് ആണ് അല്ലേ? ഈ കോപ്പർ സൾഫേറ്റ് എന്തോ വൈറ്റ് കളറാണ്, പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല. അൺഹൈഡ്രസ് ആയതുകൊണ്ടാണ്. ജലാംശം അല്പം പോലും ഇല്ലാത്ത വളരെ ഡ്രൈ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് നിറമെന്ന് പറയുന്നത് വൈറ്റാണ്. പക്ഷേ ഈ മിക്സർ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് ബ്ലൂ കളറായിട്ട് അങ്ങ് മാറും. അങ്ങനെ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലോട്ട് ജലാംശം അല്ലെങ്കിൽ വാട്ടർ വന്ന് വീണിൻ്റെ ഫലമായിട്ടാണ്. ആ വാട്ടർ ഇവിടുന്ന് വന്നു അല്ലേ? ഈ ടെസ്റ്റ് ട്യൂബിനകത്തോ അല്ലെ ബോയിലിംഗ് ട്യൂബിനകത്തോ വന്നു. അതെങ്ങനെ ഉണ്ടായത്? ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബണും കുപ്രിക് ഓക്സൈഡിനകത്തുള്ള ഓക്സൈഡ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന വാട്ടർ വേപ്പറാണ് ആ ബെൻഡ് ഗ്ലാസ് ട്യൂബിൽ കൂടി കടന്ന് ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് വരുന്നത്. അവിടെ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആണ് വെച്ചേക്കുന്നത്. അതിന് പ്രത്യേകിച്ച് നിറമൊന്നുമില്ല, വൈറ്റാണ്. മനസ്സിലായി? കളർലെസ് എന്ന് പറയും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അത് പതുക്കെ ബ്ലൂ കളറായിട്ട് മാറും. അങ്ങനെ മാറുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ഇതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ ചേഞ്ച് വരത്തില്ല. അങ്ങനെയാണ് ഹൈഡ്രജൻ ഡിറ്റക്ഷൻ മനസ്സിലാവുന്നത്. ഇനിയും അടുത്ത എന്താണെന്ന് അറിയാമോ? ഈ ടെസ്റ്റ് ട്യൂബ് മാറ്റിയിട്ട് നമ്മൾ അല്പം ലൈം വാട്ടറിന് ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയും കേട്ടോ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം. അതിന് പ്രത്യേകിച്ച് നിറമില്ല, പച്ചവെള്ളം പോലെ തന്നെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് അങ്ങോട്ട് വെക്കുമ്പോൾ എന്ത് പറ്റും അറിയാമോ? കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരു മിൽക്കി കളറായിട്ട് മാറും. ഒരു പാൽ നിറമായിട്ട് മിൽക്കി കളർ. ശരിക്കും പറഞ്ഞാൽ പച്ചവെള്ളം പോലുള്ള ലൈം വാട്ടറാണ് മിൽക്കിയായിട്ട് മാറുന്നത്. അങ്ങനെ മാറുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വരുന്നുണ്ട്.
അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എങ്ങനെ ഉണ്ടായത്? ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബൺ കുപ്രിക് ഓക്സിജനകത്തുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് ഈ വരുന്നത്. അത് നേരെ ചെന്ന് വീഴുന്ന എങ്ങോട്ടാണ്? ലൈം വാട്ടറിലോട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കും. എന്താ അറിയാമോ? ഈ ലൈം വാട്ടറും ആ വരുന്ന കാർബൺ ഡയോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യും. CaCO3 എന്ന് പറയും. മനസ്സിലായോ? കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം നിറം എന്തുവാ? വൈറ്റാണ്. അതുകൊണ്ടാണ് അവിടെ വൈറ്റായിട്ട് നമുക്ക് തോന്നിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതാണ് എൻ്റെ റീസൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഒന്ന് ഞാൻ പറയാം. എ ലിറ്റർ ദ ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് സ്ട്രോങ്ലി ഹീറ്റ് വിത്ത് ലിറ്റിൽ കുപ്രിക് ഓക്സൈഡ് ഇൻ എ boiling test tube or boiling tube. Then the gases such as water vapor or carbon dioxide etc. that is allowed to pass to the bent glass tube. Then the end of this glass tube is immersed in copper sulfate which is colorless. Then it turns to blue, indicate the presence of hydrogen. This is due to the presence of water molecule which combines with the copper sulfate to become what? Hydrated copper sulfate. Hydrated copper is നിറമാണ് ബ്ലൂ എന്ന് പറയുന്നത്. Then second one, that is detection of carbon. Here carbon present in the organic compound combined with oxygen to form carbon dioxide. This gas is then allowed to pass through the bent glass tube and finally enters in the lime water which is colorless, and it reacts with the carbon dioxide to produce a milky color that is called the calcium carbonate. The calcium carbonate is milky color. Clear? So this indicates the presence of carbon. So this is the detection of carbon and hydrogen. Clear ആയല്ലോ? ഇനി നമുക്ക് എൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കുക. ആദ്യം നമ്മൾ എടുക്കുക കാർബൺ. ഇതിനകത്ത് കാർബൺ ഉണ്ടല്ലോ. കുപ്രിക് ഓക്സിജനകത്ത് ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഇവർ നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് CO2 + Cu ആയിട്ട് മാറും. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2Cu എടുക്കുക. അപ്പോൾ ഇവിടെ 2Cu വരും. അടുത്ത സ്റ്റെപ്പിൽ CaOH ട്വൈസ് ഇങ്ങനെ എടുക്കുക പ്ലസ് CO2 ആരോ മാർക്ക്. അപ്പോൾ എന്ത് കിട്ടും? കാൽസ്യം കാർബണേറ്റ് CaCO3 + H2O വരും. കണ്ടോ? CaCO3 + H2O. അത് കാൽസ്യം കാർബണേറ്റ് ആണ്. അതാണ് നമുക്ക് മിൽക്കി ആയിട്ട് തോന്നിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാൽസ്യം കാർബണേറ്റ് ആൻഡ് വാട്ടർ. സോ ദിസ് റിയാക്ഷൻ ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് വാട്ട്? കാർബൺ. അപ്പോൾ ഇത് മിൽക്കി ആയിട്ട് തോന്നിക്കും കേട്ടോ. ഇതാണ് മിൽക്കി. ഓക്കെ. ഇനി അടുത്തത് ഹൈഡ്രജൻ ആണ്. H + CuO ആരോ മാർക്ക്. അത് H2 ആയിട്ട് മാറും. +Cu. അവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ 2 വെച്ച് കൊടുക്കുക. കണ്ടോ? അവിടെ ഇപ്പോൾ Cu സെപ്പറേറ്റ് ആയി. ഇനി അടുത്ത അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് CuSO4 എന്നാണ് കേട്ടോ. +H2O ആരോ മാർക്ക്. ഇതിന് 5 മോളിക്യൂൾസ് ഓഫ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അതിന് വേറെ കണക്കുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് നിന്നാൽ മതി. അപ്പോൾ CuSO4 ഒരു ഡോട്ട് ഇടുക. 5H2O. ഇതാണ് ഡീപ്പ് ബ്ലൂ കളറായിട്ട് നമുക്ക് തോന്നിക്കുന്നത്. ഇത് കളർലെസ് ആണ് കേട്ടോ. ഓർത്തോണേ, കളർലെസ് ആണ്. അപ്പോൾ കളർലെസ് കോപ്പർ സൾഫേറ്റ് ചേഞ്ചസ് ടു വാട്ട്? ബ്ലൂ കോപ്പർ സൾഫേറ്റ്. ദിസ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ. ദിസ് ഇസ് ദ ടെസ്റ്റ് ഫോർ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, നോക്കുക. So today we discussed about how will you detect the presence of sulfur, element sulfur in an organic compound. So നമ്മൾ ചെയ്തതേ ഉള്ളൂ. The given organic compound, literally the given organic compound is first treated with concentrated nitric acid. Concentrated nitric acid. So sulfur oxidized to sulfuric acid. Then it is treated with the barium chloride solution. Then if we get a white precipitate of barium sulfate which is completely insoluble in hydrochloric acid, indicate the presence of sulfur. ഇതാണ് ഡിറ്റക്ഷൻ. എൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. നോക്കി, ആദ്യം എന്ത് ചെയ്യണം? അല്പം ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക. അതിനകത്തോട്ട് അല്പം നൈട്രിക് ആസിഡ്, ഫ്യൂമിൻ നൈട്രിക് ആസിഡോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റിക് ആസിഡോ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്തുവരെ അറിയാമോ? ഇതിനകത്തുള്ള സൾഫർ സൾഫ്യൂരിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ H2SO4 ഓക്സിഡേഷൻ സംഭവിക്കും. അതിനകത്തോട്ട് പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ BaCl2. കാരണം ഈ സൾഫേറ്റ്, ബേരിയം സൾഫേറ്റ് SO4 അല്ല സോറി H2SO4 സൾഫേറ്റ് ഉണ്ട് അവിടെ. അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല റിയേജ് എന്ന് പറയുന്നത് ബേരിയം ക്ലോറൈഡാണ്. ഇതൊഴിക്കുമ്പോൾ രണ്ട് ഈ ബേരിയം എന്നുണ്ട് SO4 കമ്പൈൻ ചെയ്യും. കണ്ടോ? അപ്പോൾ എന്ത് കിട്ടും? ബേരിയം സൾഫേറ്റ് BaSO4 എന്നായിട്ട് മാറും.
ഇതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഇതിനകത്തോട്ട് നമ്മൾ പിന്നീട് അല്പം HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചാൽ അത് ഇൻസൊല്യൂബിളായിട്ട് തന്നെ കിടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദ ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ സൾഫർ. ഇതാണ് ഡിറ്റക്ഷൻ ഓഫ് സൾഫറിൻ്റെ പ്രത്യേകത. നോക്കുക, a liter the given organic compound is first treated with the consonantic acid or fulminatic acid, sulfur oxidized to sulfuric acid. It is then treated with the barium chloride solution. If we get a white precipitate of barium sulfate which is completely insoluble in hydrochloric acid, this indicates the presence of sulfur. ഇതാണ് സൾഫറിൻ്റെ ഡിറ്റക്ഷൻ. ഇത് 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് ഫോസ്ഫറസ് ആണ്. ഡിറ്റക്ഷൻ ഓഫ് ഫോസ്ഫറസ്. ഓക്കെ, ഇവിടെ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക. ഇതിനകത്തോട്ട് അല്പം സോഡിയം പെറോക്സൈഡ് ആഡ് ചെയ്യണം. സോഡിയം പെറോക്സൈഡിൻ്റെ പ്രത്യേകത അത് ഏറ്റവും നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. സോഡിയം പെറോക്സൈഡ് ഇസ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഫോസ്ഫേറ്റ് മീൻസ് PO4. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിനകത്തോട്ട് നമ്മൾ അല്പം അമോണിയം മോളിബിഡേറ്റ് അങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. അമോണിയം മോളിബിഡേറ്റ് ആൻഡ് നൈട്രിക് ആസിഡ് HNO3 ഇത്രയും ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് അതിൻ്റെ പേര് അമോണിയം ഫോസ്ഫോ മോളിബിഡേറ്റ് എന്നാണ്. അമോണിയം ഫോസ്ഫോ മോളിബിഡേറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമുക്ക് പറയാൻ സാധിക്കും തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഫോസ്ഫറസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. മനസ്സിലാക്കുക, ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഫോസ്ഫറസ്. അപ്പോൾ ഒന്ന് പറയാൻ ശ്രദ്ധിക്കാം. A liter the organic compound is first treated with the sodium peroxide. It is a good oxidizing agent. The phosphorus get oxidized to phosphate PO4. It is then treated with ammonium molybdate and nitric acid. If we get an yellow precipitate of ammonium phosphomolybdate, this indicates the presence of phosphorus. This is the detection of phosphorus. അപ്പോൾ സൾഫർ ആയി, ഫോസ്ഫറസ് ആയി. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് how will you detect the presence of nitrogen. നൈട്രജൻ്റെ ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. how will you detect the presence of nitrogen in an organic compound? ഈ മെത്തേഡ് ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്ന മെത്തേഡിന് പ്രത്യേക പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ എന്നാണ് കേട്ടോ. ഈ മെത്തേഡിന് പറഞ്ഞ പേര് ലെസ്നേഴ്സ് ടെസ്റ്റ് എന്നാണ് കേട്ടോ. ലെസ്നേഴ്സ് ടെസ്റ്റ് എന്നാണ് വിളിക്കുന്ന പേര്. അപ്പോൾ ദ പ്രസൻസ് ഓഫ് നൈട്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ഡാഷ് ടെസ്റ്റ് ചോദിക്കും. ആൻസർ ലെസ്നേഴ്സ് ടെസ്റ്റ്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? ഇനി 2 സ്റ്റെപ്സ് ഉണ്ട്, മനസ്സിലാക്കുക. ലെസ്നേഴ്സ് ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 2 steps. ദ ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ലെസ്നേഴ്സ് സൊല്യൂഷൻ. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ലെസ്നേഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറൊരു പേരുമുണ്ട്. ദിസ് ഓൾസോ കോൾഡ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്, അങ്ങനെയും പേര് വിളിക്കുന്നുണ്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് അല്പം എടുക്കുക. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട് അല്പം എടുത്തു. അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്പം സോഡിയം, അതായത് സോഡിയം നമുക്കറിയാം അത് പ്ലേസ് ചെയ്യുന്നത് മണ്ണെണ്ണയിലാണ്. ഒരു ചെറിയ പീസ് സോഡിയത്തിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ശരിക്ക് ഹീറ്റ് ചെയ്യുക. ഇത് റെഡ് ഹോട്ടായിട്ട് മാറും, മനസ്സിലായി? റെഡ് ഹോട്ട്. അപ്പോൾ ഒരു വെസലിനകത്തുള്ള വെസലിനകത്ത് വെള്ളം എടുക്കുക, പച്ചവെള്ളം. എന്നിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഈ ഫ്യൂഷൻ ട്യൂബിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പം റെഡ് ഹോട്ടല്ലേ, പെട്ടെന്നത് പൊട്ടും അത്. ഓക്കെ, അത് പിന്നെ ഒന്ന് ബോയിൽ ഓഫ് ചെയ്യണം, മനസ്സിലായോ? ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം അതൊന്ന് ഫിൽട്ടർ ചെയ്യുക. ഇങ്ങനെ ഒരു ചോർപ്പെടുക്കുക, ഒരു ഫിൽറ്റർ പേപ്പർ മടക്കി വെക്കുക, ഒരു ബീക്കർ വെക്കുക. ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ ഈ ഗ്ലാസ് പീസും ബാക്കി വേസ്റ്റ് എല്ലാം ഇവിടെ തങ്ങിക്കിടക്കും. ഏറ്റവും ക്ലിയർ സൊല്യൂഷൻ നേരെ ഇതിനകത്തോട്ട് പോരുകയും ചെയ്യും. ഈ കിട്ടുന്ന സൊല്യൂഷൻ വിളിച്ച പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ലെസ്നേഴ്സ് സൊല്യൂഷൻ എന്ന് പറയും.